നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകുമ്പോൾ പാർട്ടിക്കുള്ളിൽ പുകയുന്നത് കടുത്ത അതൃപ്തി. ഔദ്യോഗിക നേതൃത്വത്തിന് താല്പര്യമുള്ളവർക്ക് 2 ടൈം വ്യവസ്ഥയിൽ ഉദാരമായി ഇളവ് അനുവദിക്കുമ്പോൾ ജനകീയ മുഖങ്ങളെ വെട്ടിനിരത്തുന്ന തന്ത്രപരമായ നീക്കമാണ് നടക്കുന്നത്. കണ്ണൂരിൽ P. ജയരാജൻ അടക്കമുള്ള പ്രമുഖർ നിരാശയിലാണ്. എന്നാൽ മട്ടന്നൂരിൽ നിന്ന് മാറ്റപ്പെട്ട KK ശൈലജ ടീച്ചർക്ക് വേണ്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ടേക്കുമെന്നും പകരമായി ശൈലജ പേരാവൂരിൽ മത്സരിക്കേണ്ടി വരുമെന്നുമാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. നിലവിലെ 8 വനിതാ MLA-മാരിൽ മന്ത്രിമാരായ വീണ ജോർജ്, R. ബിന്ദു, സംവരണ മണ്ഡലത്തിൽ നിന്നുള്ള ശാന്തകുമാരി എന്നിവർക്കൊഴികെ മറ്റാർക്കും ആദ്യഘട്ട പട്ടികയിൽ ഇടമില്ല. വീണ ജോർജിന് 3ാം തവണയും ആറന്മുളയിൽ മത്സരിക്കാൻ സംസ്ഥാന നേതൃത്വം പച്ചക്കൊടി കാട്ടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർന്നു കേട്ട ശൈലജ ടീച്ചറുടെ പേര് മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കി. യുവ നേതാക്കളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് മാറ്റമെന്ന വാദം ഉയർത്തുമ്പോഴും ഇഷ്ടക്കാർക്ക് നൽകുന്ന ഇളവുകൾ ഈ വാദത്തിന്റെ മുനയൊടിക്കുന്നു. കണ്ണൂരിലെ ഉരുക്കുകോട്ടയിൽ സർവാധിപത്യം ഉറപ്പിക്കാനുള്ള MV ഗോവിന്ദന്റെ നീക്കങ്ങൾ ജയരാജന്മാർക്ക് തിരിച്ചടിയാവുകയാണ്. EP ജയരാജൻ, P. ജയരാജൻ, MV ജയരാജൻ എന്നീ അധികായന്മാർക്ക് ഇത്തവണ സീറ്റില്ല. പകരം VK സനോജിനെ പോലുള്ള വിശ്വസ്തരെ മട്ടന്നൂർ പോലുള്ള സുരക്ഷിത മണ്ഡലങ്ങളിൽ ഉറപ്പിക്കാനാണ് നീക്കം. ഇതിനിടയിലും ഫണ്ട് വിവാദത്തിൽ അച്ചടക്ക നടപടി നേരിട്ട TI മധുസൂദനനെ പയ്യന്നൂരിൽ നിലനിർത്തുന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിശ്വസ്തർക്ക് വേണ്ടി അച്ചടക്കവും ടൈം വ്യവസ്ഥയും കാറ്റിൽ പറത്തുകയാണെന്ന വിമർശനം ഉയരുന്നു. പാർട്ടിയെ സംഘടനാ രീതിയിൽ ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുമ്പോൾ ഭാര്യ PK ശ്യാമള ടീച്ചറെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാനാണ് ധാരണ. അധികാര കേന്ദ്രത്തിൽ തന്റെ വിശ്വസ്തർ മാത്രം മതിയെന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമാണ് ജില്ലയിലെ കരുത്തുറ്റ നേതാക്കളെ ഒഴിവാക്കാനുള്ള നീക്കം. ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവർ പേരാവൂരിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം ഉയരുന്നത്. ആലപ്പുഴയിൽ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ ദലീമയുടെ സീറ്റ് തെറിച്ചതും ആറ്റിങ്ങലിൽ OS അംബികയെ മാറ്റി PK ബിജുവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പട്ടികയിലെ തന്ത്രപരമായ ഇടപെടലുകൾക്ക് ഉദാഹരണമാണ്. നിലവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയിൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്രവും എത്രത്തോളം തിരുത്തലുകൾ വരുത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും കണ്ണൂരിലെയും കേരളത്തിലെയും CPM രാഷ്ട്രീയം. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള CPM-ന്റെ കരട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വനിതാ MLA-മാർക്ക് തിരിച്ചടി എന്നതാണ് വസ്തുത. മന്ത്രിമാരായ വനിതകൾ ഒഴികെയുള്ള മിക്ക സിറ്റിംഗ് MLA-മാരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടികയാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. KK ശൈലജ, U. പ്രതിഭ, ദലീമ ജോജോ തുടങ്ങിയ പ്രമുഖർ ഇത്തവണ പട്ടികയിൽ ഇല്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടിയിൽ വലിയ ചർച്ചയാവുകയാണ്. ഇത്തവണ പലർക്കും 2 ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ തീരുമാനമുണ്ടെങ്കിലും ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ അത് വേണ്ടെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. ടീച്ചറെ പേരാവൂർ പോലെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാനോ ഉള്ള നീക്കമാണ് നടക്കുന്നത്. കായംകുളത്ത് നിന്ന് വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞ U. പ്രതിഭയെ ഇത്തവണ പരിഗണിച്ചിട്ടില്ല. പാർട്ടിയിലെ വിഭാഗീയതയും പ്രാദേശിക എതിർപ്പുമാണ് പ്രതിഭയ്ക്ക് തിരിച്ചടിയായത്. ആറ്റിങ്ങലിൽ OS അംബികയെ മാറ്റി PK ബിജുവിനെ മത്സരിപ്പിക്കാനാണ് ആലോചന. അരൂരിൽ ദലീമ ജോജോയ്ക്ക് പകരം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഇറക്കി മണ്ഡലം ഉറപ്പിക്കാനാണ് പാർട്ടിയുടെ പ്ലാൻ. സിറ്റിംഗ് MLA-മാരിൽ മന്ത്രിമാരായ വീണ ജോർജ്, R. ബിന്ദു, കോങ്ങാട് MLA ശാന്തകുമാരി എന്നിവർക്ക് മാത്രമാണ് ഇളവ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള തളിപ്പറമ്പിലോ പരിസരത്തോ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. യുവനേതാക്കളായ ചിന്താ ജെറോം, ആര്യ രാജേന്ദ്രൻ, അനുശ്രീ കോലോത്ത് തുടങ്ങിയവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല. CS സുജാത, ശിവപ്രസാദ് തുടങ്ങിയവരുടെ പേരുകൾ കായംകുളത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. ജനകീയരായ വനിതാ നേതാക്കളെ വെട്ടിനിർത്തി സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വനിതാ വോട്ടുകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക അണികൾക്കിടയിലുണ്ട്.